60 ദിവസത്തെ വെടിനിർത്തൽ കരാർ നടപ്പിലാക്കാനുള്ള ചർച്ചകൾ നടക്കുന്നതിനിടയിൽ ഇസ്രായേലും ഹമാസും തമ്മിലുള്ള സംഘർഷത്തിൽ ഹമാസിന്റെ നാവികസേന കമാൻഡർ റാംസി റമദാൻ അബ്ദുൾ അലി സാലിഖിനെ ഇസ്രായേൽ സേന വധിച്ചു എന്ന വാർത്തകളാണ് പുറത്തുവരുന്നത്. വെടിനിർത്തലിന് ഹമാസ് പച്ചക്കൊടി കാണിച്ചെങ്കിൽ പോലും അതിനു പിന്നിൽ മറ്റു ഗൂഢലക്ഷ്യങ്ങൾ ഉണ്ടാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അവർ മുന്നോട്ട് വെച്ച 3 ആവശ്യങ്ങൾ ഇസ്രായേൽ അംഗീകരിക്കുമോ എന്നതും ചോദ്യചിഹ്നമാണ്. ഇപ്പോഴും ഗാസയിലെ ജനങ്ങൾ പട്ടിണിയിൽ കഴിയുന്നു. സ്വന്തം ജനതയെ ഓർത്തുപോലും ഹമാസ് ഭീകരർ അടങ്ങില്ല എന്നതാണ് ഈ സംഘർഷത്തിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഗാസ സിറ്റിയിൽ ഹമാസ് പോരാളികളെ ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെ IDF നടത്തിയ വ്യോമാക്രമണത്തിലാണ് ഇയാൾ കൊല്ലപ്പെട്ടതും. ഇസ്രായേൽ സൈന്യത്തിന്റെ അഭിപ്രായത്തിൽ ഹമാസിന്റെ ഒരു തന്ത്രപ്രധാന വ്യക്തി കൂടിയായിരുന്നു സാലിഖ്. അടുത്ത ആഴ്ചയിൽ ഗാസയിൽ നിലയുറപ്പിച്ചിരിക്കുന്ന ഇസ്രായേൽ സൈനികർക്ക് നേരെ കടൽ ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിലും അത് നടപ്പിലാക്കുന്നതിനും പ്രധാന പങ്കാളിയായിരുന്നു ഇയാൾ. ഈ ആക്രമണത്തിൽ 2 ഹമാസ് പോരാളികൾ കൂടി കൊല്ലപ്പെട്ടതായും IDF സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഹമാസിന്റെ മോട്ടോർ ഷെൽ യൂണിറ്റിന്റെ ഡെപ്യൂട്ടി മേധാവിയാണ് എന്ന് പറയപ്പെടുന്ന ഷിഹാം അയമൽ അതുപോലെ തന്നെ മൻസൂർ എന്ന വ്യക്തികളും ഇതിൽ ഉൾപ്പെടുന്നു. ഹമാസിന്റെ ഇതേ മോട്ടോർ യൂണിറ്റുമായി ബന്ധമുള്ള നാസി മുഹമ്മദ് സുലൈമാൻ അബ്ദുൾ സയീം എന്നിവരും ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. അതേസമയം ഈ ഓപ്പറേഷനെ ഇസ്രായേൽ സൈന്യം വിശേഷിപ്പിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ഗാസയിൽ പ്രവർത്തിക്കുന്ന ഭീകരരുടെ കഴിവുകൾ ദുർബലപ്പെടുത്തുന്നതിനുള്ള ഒരു പ്രധാന ചുവടുവയ്പ്പിന്റെ ഭാഗമായിട്ടാണ് ഇത് നടത്തിയിരിക്കുന്നത്. ഹമാസിന്റെ സൈനിക ഘടന തകർക്കുകയും ഇസ്രായേൽ സൈനികരുമായുടെ അവരുടെ സുരക്ഷ ഉറപ്പാക്കുകയും ചെയ്യുക എന്നതാണ് ഈ ഒരു ഓപ്പറേഷന്റെ ലക്ഷ്യമായി പറയപ്പെടുന്നത്. ഗാസ നഗരത്തിലെ ഒരു കഫേയിലാണ് ആക്രമണം നടന്നതെന്ന് ഇസ്രായേൽ സൈന്യം സ്ഥിരീകരിച്ചതായും വ്യക്തമാക്കുന്നുണ്ട്. അതുപോലെ ഹമാസുമായി ബന്ധപ്പെട്ട പ്രാദേശിക ഉദ്യോഗസ്ഥർ പറയുന്നതനുസരിച്ച് 24 പേർ കൊല്ലപ്പെട്ടു. സൈന്യത്തിന്റെ കണക്കനുസരിച്ച് ഈ ഓപ്പറേഷനിൽ മറ്റ് നിരവധി ഹമാസ് തീവ്രവാദികളും കൊല്ലപ്പെട്ടതായും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. ആക്രമണം നടക്കുമ്പോൾ സാലിഖ് ആകട്ടെ ഒരു യോഗം നടത്തുകയായിരുന്നുവെന്നും വൃത്തങ്ങൾ സൂചിപ്പിച്ചു. ഇസ്രായേൽ സൈന്യത്തിന്റെ അഭിപ്രായത്തിൽ ഹമാസിന്റെ കടൽ ആക്രമണ ശേഷിയുടെ പ്രധാന മുഖമായിരുന്നു സാലിഖ്. അടുത്ത ദിവസങ്ങളിൽ ഇസ്രായേൽ സൈനികരെ കടൽ ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്തിരുന്നതായും അതിലെ പ്രധാന പങ്കാളിയായിരുന്നു ഇയാൾ. ഗാസ സിറ്റിയിലെ ഒരു കെട്ടിടത്തിൽ മറ്റ് ഹമാസ് പോരാളികളുമായി കൂടിക്കാഴ്ച നടക്കുന്നതിനിടയിലാണ് അദ്ദേഹത്തെ ലക്ഷ്യം വെച്ചതും. അതുപോലെ നാവികസേന, മിലിറ്ററി ഇന്റലിജൻസ് ഡയറക്ടറേറ്റ്, ഷെൽ വെയ്റ്റ് എന്നിവയിൽ നിന്നുള്ള രഹസ്യാന്വേഷണ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു ഇസ്രായേലി വ്യോമസേന യുദ്ധവിമാനമാണ് ഈ ഒരു കൃത്യം അല്ലെങ്കിൽ ഒരു ആക്രമണം നടത്തിയതെന്നും പറയുന്നു. അതുപോലെ തന്നെ കൃത്യതയാർന്ന ആയുധങ്ങളുടെ ഉപയോഗവും വ്യോമ നിരീക്ഷണം അതുപോലെ തന്നെ അധിക ഇന്റലിജൻസ് എന്നിവ ഉൾപ്പെടെ തന്നെ സാധാരണക്കാർക്ക് ദോഷം സംഭവിക്കാത്ത രീതിയിൽ നിരവധി മുൻകരുതലുകൾ സ്വീകരിച്ചിട്ടുണ്ട് എന്നും ഇസ്രായേൽ സൈന്യം ഇവിടെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.